അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പലരും തോൽവിയുടെയും തിരിച്ചടിയുടെയും കാരണങ്ങളൊക്കെ വിലയിരുത്തി. അങ്ങനെ BJPയുടെ സമയം കൂടിയാണ് ഇനി ഇത് വിലയിരുത്താനുള്ളത്. അപ്പോൾ എങ്ങനെ വലിയൊരു പെർഫോമൻസ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വിലയിരുത്തുമ്പോൾ BJPക്ക് മനസ്സിലാകുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ കാര്യമായി ലഭിച്ചില്ല എന്ന് വിലയിരുത്തുന്നു BJP കോർ കമ്മിറ്റി. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളി എന്നാണ് വിലയിരുത്തൽ. ഹിന്ദു വോട്ടുകൾ നഷ്ടമായിട്ടുണ്ട് എന്നുകൂടി പറയുന്നു BJP. ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളിൽ ജയിച്ചത് 1.3% മാത്രമെന്നും കോർ കമ്മിറ്റി വിലയിരുത്തുന്നു. വിജൻ വായാന്തോട് വിശദാംശങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. വിജൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ അവർക്ക് പിടിക്കാൻ കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. വലിയ തോതിലുള്ള ഹോംവർക്കും ഓപ്പറേഷനും ഒക്കെ അവർ നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും വിജയം കണ്ടിട്ടില്ല. അതിന് കാര്യമായി കാണുന്നത് ക്രിസ്ത്യൻ ഹിന്ദു വോട്ടുകൾ അവർക്ക് കിട്ടിയില്ല എന്നുള്ളത്. അതിന് കാരണമായി എന്താണ് കോർ കമ്മിറ്റി വിലയിരുത്തുന്നത്? സൈഫുദ്ദീൻ ജിൽസി രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്ന ശേഷം ഏറ്റവും പ്രധാനമായും കേന്ദ്രീകരിച്ചിരുന്നത് അത് ക്രിസ്ത്യൻ വോട്ടുകളിലേക്കായിരുന്നു. ക്രിസ്ത്യൻ മിഷണറിമാരുമായി ആശയവിനിമയം നടത്തുന്നു. ഒപ്പം തന്നെ ക്രിസ്മസ് ദിനത്തിൽ കേക്കുമായി അവരുടെ അടുത്തേക്ക് എത്തുന്നു. അങ്ങനെ അവരുമായി ഒരു സൗഹൃദം ഉണ്ടാക്കി ആ മേഖലയിൽ നിന്ന് കൂടുതൽ വോട്ടുകൾ നേടാം എന്നുള്ളതായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും നേതൃത്വവും ഒക്കെ കണക്കുകൂട്ടിയിരുന്നത്. അതിന് ദേശീയ നേതൃത്വത്തിന്റെ അംഗീകാരവും ഉണ്ടായിരുന്നു. പലതവണ ഈ മതമേലധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അദ്ദേഹവുമായി അത്താഴ പങ്കെടുക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഇടപെടൽ ഈ ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകൾ ലക്ഷ്യമിട്ട് BJP നടത്തിയിരുന്നു. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വരുമ്പോൾ ആ തീരുമാനം പാളി എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് കോർ കമ്മിറ്റി ഇന്നലെ എത്തിയിട്ടുള്ളത്. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന ആ പരിപാടി അത് വേണ്ടത്ര വിജയം കണ്ടില്ല. പ്രതീക്ഷിച്ചത്ര വോട്ടുകൾ ക്രിസ്ത്യൻ മേഖലയിൽ നിന്ന് BJPക്ക് ലഭിച്ചില്ല എന്നുള്ള വിലയിരുത്തലാണ് നിലവിൽ നടത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെയാണ് ഹിന്ദു വോട്ടുകളിലും കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിച്ചാൽ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 5% മുകളിൽ വോട്ടാണ് നിലവിൽ BJPക്ക് കുറഞ്ഞിട്ടുള്ളത്. ആ പരിശോധനയിലാണ് ഇത്തരം ഘടകങ്ങളാണ് ഈ വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ട് ചോർച്ചയ്ക്ക് കാരണമെന്നുള്ള കണ്ടെത്തലിലേക്ക് എത്തിയിട്ടുള്ളത്. ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുമൊക്കെയായി ആശയവിനിമയം നടത്തുകയും ആ മേഖലകളിലേക്ക് കടന്നു കയറാനുള്ള ശ്രമമൊക്കെ നടത്തുകയും ചെയ്ത ഘട്ടത്തിൽ തന്നെ മുതിർന്ന മറുവിഭാഗം നേതാക്കൾ, അതായത് വി മുരളീധരൻ പക്ഷം ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയത് അടിസ്ഥാന വോട്ടുകളിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ അത് BJPക്ക് തിരിച്ചടിയാകും എന്നുള്ളതായിരുന്നു. പക്ഷേ ആ നിർദ്ദേശങ്ങൾ, അത്തരം വിമർശനങ്ങൾ ഉൾപ്പെടെ മുന്നിൽ നിൽക്കുമ്പോഴും അതെല്ലാം മറികടന്ന് ക്രിസ്ത്യൻ വോട്ടുകളിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ഒരു നീക്കം തന്നെയായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനാണ് നിലവിൽ തിരിച്ചടി ലഭിച്ചത് എന്നുള്ള വിലയിരുത്തലിലേക്ക് കോർ കമ്മിറ്റി എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഹിന്ദു വോട്ടുകളിലും വിള്ളൽ ഉണ്ടായിട്ടുണ്ട്. അത് UDFലേക്ക് ഉൾപ്പെടെ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലാണ് നിലവിൽ നടത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ കഴിഞ്ഞെങ്കിലും പന്തളം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഒരിക്കലും കൈവിട്ടു പോകില്ലെന്ന് പ്രതീക്ഷിച്ചിരുന്ന നഗരസഭകൾ അവരെ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അത് LDF നേടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ കേരളത്തിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് BJPയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും പക്ഷേ വോട്ടിംഗ് ശതമാനത്തിലും വോട്ടുകളുടെ കണക്കും അത് BJPക്ക് തിരിച്ചടിയായി എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് നിലവിൽ എന്തായാലും BJP ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ശരി, വിജിൻ വായനോടാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും BJPയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ നേതാക്കൾ സജീവമാക്കിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളി, നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാളും. കാരണം എന്താണെന്നറിയോ? ഈ ക്രിസ്മസ് അടുപ്പിച്ച് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നേരെ പല തോതിലുള്ള ആക്രമണങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായി.